സ്വർണ്ണക്കടത്തിന്റെ ഏകോപനം നിർവഹിച്ചത് വീണ വിജയൻ. HRDS സെക്രട്ടറി അജയ് കൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. നയതന്ത്ര ചാനലിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് കൃത്യമായ തെളിവുകളടക്കം ലഭിച്ചിട്ടും ആ കേസ് ആവിയായി. സ്വർണം കടത്തി, സ്വർണം ഇവിടേക്ക് വന്നു എന്ന് വെളിവായി എങ്കിലും ആ സ്വർണം എവിടേക്ക് പോയി എന്ന് ആരും തിരക്കിയില്ല. സ്വർണ്ണക്കടത്തിലെ നത്തോലികൾ മാത്രം പിടിയിലായി. സ്വർണ്ണക്കടത്തിലെ മുഖ്യകണ്ണിയായ ശിവശങ്കറെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സ്വപ്നയെ കൈവിടുന്ന നിലപാടാണ് പിണറായി സ്വീകരിച്ചത്. പ്രതിസന്ധിയിലായിരുന്ന സ്വപ്നയ്ക്ക് അന്ന് ഒരു ജോലി ആദ്യം വാഗ്ദാനം ചെയ്തത് HRDS ആയിരുന്നു. HRDSന്റെ സ്ഥാപകനും സെക്രട്ടറിയുമായ അജയ് കൃഷ്ണൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു. സ്വപ്ന HRDSൽ ജോലി ചെയ്യുന്ന വേളയിൽ ഇവരോട് പല രഹസ്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വസ്തുതകൾ ശ്രീ അജയ് കൃഷ്ണൻ ഇന്ന് i2 ന്യൂസുമായി പങ്കുവയ്ക്കുന്നു. ശ്രീ അജയ് കൃഷ്ണൻ, സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്ന സമയത്താണ് HRDS സ്വപ്നയ്ക്ക് ഒരു ജോലി വാഗ്ദാനം ചെയ്തത്. ഇത്രയും റിസ്ക്കുള്ള ഒരു നടപടി എന്തുകൊണ്ടാണ് HRDS എടുത്തത്? ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്തായിരുന്നു? ഞങ്ങൾ ഒരിക്കലും അതിനെ അങ്ങനെ കണ്ടില്ല. കാരണം സ്വപ്ന സുരക്ഷയുടെ കേരള ഗവൺമെൻറ്റിൻ്റെ വളരെ വലിയ പൊസിഷനിൽ നിന്നൊരാളാണ്. ഇപ്പോൾ പിണറായി വിജയനോടൊപ്പം ഈ സ്വർണ്ണക്കള്ളക്കടത്തിനകത്തൊക്കെ പങ്കാളിയായി എന്നുള്ളത് പിന്നീട് വന്നൊരു കാര്യവും ഒക്കെ ആണല്ലോ. അതേ കേസിൽ പ്രതി ആയിരുന്ന ആൾ ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നപ്പോൾ പിണറായി വിജയൻ അയാൾക്ക് ജോലി കൊടുക്കുന്നു. ഈ പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്. ഇതേ ഒരേ കുറ്റമാണ് ഇവർ രണ്ടുപേരും ചെയ്തത്. അപ്പോൾ സ്വപ്ന വന്നപ്പോൾ പക്ഷേ സ്വപ്നയ്ക്ക് അവർ ജോലി തിരിച്ചു കൊടുക്കാതെയായി. അന്നേരമാണ് ഇവർ ഞങ്ങളെ ബന്ധപ്പെടുന്നത്. അപ്പോൾ സ്വപ്നയുടെ ഒരു സുഹൃത്ത്, ഒരു പത്രപ്രവർത്തകനുണ്ടായിരുന്നു. അദ്ദേഹം വഴിയാണ് എന്നെ വിളിക്കുന്നു. എന്നോട് പറയുന്നത് ഇങ്ങനെ സ്വപ്ന അറിയാമല്ലോ, അപ്പോൾ സ്വപ്നയ്ക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അവരിപ്പം വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലാണ് പോകുന്നത്. പിന്നെ ഇവരുടെ ഒരു ശേഷികൾ, ഇവരുടെ കഴിവിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അനിൽ പറയുകയും ചെയ്തു. അപ്പോൾ ഈ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ ഈ പണമൊക്കെ കേരള ഗവൺമെൻറ്റിലേക്ക് UAE-യിൽ നിന്ന് 700 കോടിയൊക്കെ അറേഞ്ച് ചെയ്തതിനകത്ത് ഇവർക്ക് നല്ല റോളുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ രാജകുടുംബമായിട്ട് ഇവർക്കുള്ളൊരു വളരെ അടുത്ത വ്യക്തിബന്ധം. ഇവർ അവിടുത്തെ രാജകുടുംബത്തിലെ കുട്ടികളുടെ കൂടെയാണ് ഇവർ പഠിച്ചത്. അവരോടൊപ്പം തന്നെ ജീവിച്ചു വന്ന ആളാണ്. അതൊക്കെ ഒരു NGO എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചൊരു സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഇവരെ വെക്കുന്നത്. സ്വപ്ന എത്ര കാലം HRDSനൊപ്പം ജോലി ചെയ്തു? ഒരു ചെറിയ കാലയളവിന് ശേഷം അവർ ആ ജോലി മതിയാക്കി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതിന് കാരണം എന്താണ്? സ്വപ്ന ജോയിൻ ചെയ്തതിന് ശേഷം ഒരു 2 മാസത്തോളം കാലം അവരുടെ വീട്ടിലിരുന്ന് തന്നെയാണ് വർക്ക് ചെയ്തത്. അതിനുശേഷം ഒരു 2 മാസം കൂടെയാണ് അവർക്ക് നമ്മുടെ പാലക്കാട് ഓഫീസിൽ വന്ന് ജോലി ചെയ്യാൻ സാധിച്ചത്. കാരണം ഇവർ വന്നു നമ്മുടെ HRDSൽ ജോയിൻ ചെയ്തു എന്നറിഞ്ഞപ്പോൾ മുതൽ CPM-ഉം CPM-ൻ്റെ മാധ്യമപ്പടയും നമുക്കെതിരെ തിരിയുന്നു. ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ വിഷയം ഉണ്ടാകുന്ന പോലെ തന്നെ നമുക്കെതിരെ നിരന്തരം വാർത്തകൾ ചെയ്യുന്നു. HRDS ഇവരെപ്പോഴും പറയുന്നത് നമ്മൾ വലിയ കൊള്ളക്കാരാണെന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് കൊള്ള നടത്തിയെന്ന് ഇവർ പറയുന്നത്? അതൊന്ന് തെളിയിക്കാൻ പറ്റണ്ടേ അവർക്ക്? മാത്രമല്ല NGOയ്ക്ക് ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇതിന് മാത്രം വലിയ കൊള്ള നടത്താൻ എന്താ പറ്റുന്നത്? നമുക്ക് കൃത്യമായ ഓഡിറ്റിംഗ് ഉണ്ട്, അക്കൗണ്ട്സ് പരിശോധിക്കാം, ആർക്കും പരിശോധിക്കാം, എല്ലാം സുതാര്യമാണ്. ഇവരുടെ പിന്നെ നിരന്തരം നമ്മുടെ പേര് കേസുകൾ എടുക്കുന്നു. ഇപ്പം SC/ST ഡിപ്പാർട്ട്മെൻറ്റ് കേസെടുക്കുന്നു, പോലീസ്, വിജിലൻസ്, പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ, ഇങ്ങനെ സംസ്ഥാനത്തുള്ള സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് ഞങ്ങളുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തുന്ന കേസുകൾ എടുക്കുന്നു. പക്ഷേ ഈ കേസുകൾ എടുക്കുന്നതല്ലാതെ ഇതുവരെ ഞങ്ങളൊന്നും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഒരു ശിക്ഷയും ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം ഇതിനൊന്നും എവിഡൻസ് ഇല്ല, തെളിവില്ല. ഇവർ ഈ ആരോപണങ്ങൾ മാത്രമാണ്. ആരോപണങ്ങൾ വെച്ച് മാത്രം പോകുന്നൊരു സംവിധാനമാണിത്. സ്വപ്ന താങ്കളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വേളയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ. ആരായിരുന്നു ഈ സ്വർണ്ണക്കടത്തിൻ്റെ പിന്നിൽ? ആർക്കു വേണ്ടിയാണ് ഇവിടേക്ക് സ്വർണം കടത്തിയത്? ഇത് UP ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇവിടെ ഈ കോൺസുലേറ്റ് വരുന്നത്. കേരളത്തിൽ എന്തിനാണ് ഇങ്ങനെ കോൺസുലേറ്റിൻ്റെ തന്നെ ആവശ്യം? ഡൽഹിയിൽ സംവിധാനം എല്ലാം ഉണ്ട്. അപ്പോൾ ഇവർ ഇതിനകത്ത് വളരെ ബുദ്ധിപൂർവ്വം അല്ലെ ബോധപൂർവ്വം ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോൺസുലേറ്റ് തന്നെ ഇവിടെ കൊണ്ടുവരാൻ ഉള്ള ഏർപ്പാട് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള ആളുകളാണെന്നൊരു തെറ്റിദ്ധാരണയാണ് വരുത്തത്. പക്ഷേ അത് ശരിയല്ല. മറ്റ് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരൊന്നും ഇവിടെ കേരളത്തിൽ വന്നിട്ട് കോൺസുലേറ്റിൻ്റെ സഹായമൊന്നും ഇവർക്കാർക്കും ആവശ്യമില്ല.
ഇവിടെ ഉള്ളവർക്ക് ഈ കോൺസുലേറ്റ് കൊണ്ട് എന്ത് പ്രയോജനം കിട്ടാനാണ്? ഇത് വെറുതെ ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ ഒരുക്കുക മാത്രമാണ്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടി മാത്രമാണിത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ UAE പ്രവർത്തിക്കുന്ന അവിടുത്തെ രാജകുടുംബമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുകൾ, ഈ UAE രാജാക്കന്മാരും അത്തരം ആളുകളൊക്കെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നവരാണ്. അവരാരും കള്ളന്മാരല്ല. അവരൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ഒരു ക്രമീകരണങ്ങൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അവർക്കൊന്നും തട്ടിപ്പോ കള്ളത്തരമൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവിടെ ചില വലിയ മാൾ നടത്തുന്ന മുതലാളിമാർ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയിട്ട് അവിടെ ഈ പണിയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെയാണ് ഇതൊക്കെ ആവശ്യം വരുന്നത്. സ്വർണ്ണം അവിടുന്ന് കയറ്റി വിടുന്ന ആളുകൾക്ക് തന്നെയാണല്ലോ ഇവിടെ ഇത് ആവശ്യമുള്ളത്. അവർക്ക് വേണ്ടൊരു ചാനൽ മാത്രമായിരുന്നു ഇത്. അതിനകത്ത് പിണറായി വിജയനെ ഉപയോഗിച്ചിട്ടുണ്ട്, സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ചിട്ടുണ്ട്, ശിവശങ്കറിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം അതിൻ്റെ നേട്ടവും ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര ഏജൻസിയാണല്ലോ ഇത് അന്വേഷിച്ചത്. അതെ അതെ. എന്നിട്ടും അത് ആ കേസ് എന്തുകൊണ്ട് അത് എങ്ങും എത്തിയില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആ ബന്ധം കേരളത്തിൽ മാത്രമല്ല അങ്ങ് കേന്ദ്രത്തിലും ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത്? നമ്മുടെ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, എടാ CBI എനിക്കങ്ങ് ഡൽഹിയിൽ കൊണ്ടുവരാൻ പിടി എന്ന് പറയുന്ന പരിപാടി അത്. അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്നൊരു കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ വന്നപ്പോഴൊക്കെ പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കാളിത്തമുണ്ട്, ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാ തവണ ഇവിടെ വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യം അത്. പക്ഷേ ഇവിടുത്തെ BJPയുടെ നേതൃത്വം ഇത്തരം വിഷയത്തിൽ സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ നടത്തുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇവിടെ കേരളത്തിൽ നടന്നൊരു ചെറിയ കാര്യത്തിന് പറയാൻ നടക്കാൻ പറ്റുന്ന ആളൊന്നുമല്ല. അത് കൃത്യമായിട്ട് അവിടെ ഇത് ഫോഴ്സ് ചെയ്യേണ്ടതും അവിടുത്തെ കാര്യങ്ങൾ നീക്കേണ്ടതുമായ ആളുകൾ ഇവിടെ വേറെ ഉണ്ട്. ഇവരിത് പ്രവർത്തിക്കുന്നില്ല. അതിനകത്തൊക്കെ ചില ദുരൂഹതകൾ നിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് നമ്മൾ അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരുമല്ലോ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് സ്വപ്നം നടത്തിയ ആ വെളിപ്പെടുത്തലുകൾ എന്തെല്ലാമായിരുന്നു? ഒന്ന്, ഞങ്ങൾ സ്വപ്നയോട് ഇത്തരം വിഷയത്തിൽ വളരെ സീരിയസ് ആയിട്ടൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല ഇവരോട്. പക്ഷേ ഇവർ നമ്മളോട് ചില സമയത്തൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ ഇവരെല്ലാ ദിവസവും തന്നെ ഒരു മീറ്റിംഗ് പോലെ ഇവരുടെ വീട്ടിൽ കൂടാറുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ കൂടാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ പിണറായി വിജയൻ്റെ മകള്, പിണറായി വിജയൻ്റെ ഭാര്യ, ശിവശങ്കർ, ഈ സ്വപ്ന, ഇത്രയും പേരാണ് ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ളത്. പലവട്ടം, എല്ലാ ദിവസവും അല്ല, പല സമയങ്ങളിലും ഇവർ ഒരുമിച്ചാണ് ഇത് സംസാരിച്ചിട്ടുള്ളത്. അന്നേരമൊക്കെ പിണറായി വിജയൻ ഇങ്ങനെ കസേരയിൽ വന്നിരിക്കുന്നു, ഒരക്ഷരം മിണ്ടാറില്ല. പക്ഷേ ഇത് മുഴുവൻ ഡീൽ ചെയ്യുന്നത് പിണറായി വിജയൻ്റെ മകളാണ്. ഇത്തരം ഓപ്പറേഷനുകളിൽ മുഴുവനും ഇടപെടുന്നതും അതിൻ്റെ എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം വേണം എന്നെല്ലാം സംസാരിക്കുന്നത് ഈ വീണ വിജയനാണ്. ശിവശങ്കറാണ് പദ്ധതികൾ കൊണ്ടുവരുന്നത്, അവതരിപ്പിക്കുന്നത്. ശിവശങ്കർ ഓരോ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകളെ എങ്ങനെ ഏതെല്ലാം രൂപത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാം, അതൊക്കെ എങ്ങനെ ഇവർക്ക് ലാഭകരമാക്കാം. ഇപ്പം അങ്ങേക്കറിയാമല്ലോ ഈ സ്പ്രിങ്ക്ലർ അഴിമതിയുടെ വിഷയം തന്നെ. ആ വിഷയത്തിൽ ഇവർ ഗവൺമെൻറ് താഴെപ്പോയനെ. അതിനകത്തേക്ക് ഈ സ്വപ്നയെ കൂടെ കൂട്ടിരുന്ന് ആലോചിച്ച് ചില തീരുമാനങ്ങൾ എടുത്ത് 4-5 IAS കൂടെ എല്ലാം ഒരുമിച്ചിരുന്നാണ് അന്ന് ഇത് ഗവൺമെൻറ് താഴെപ്പോയിരുന്നത്. അല്ല, അന്ന് ഈ ഗവൺമെൻറ് താഴെപ്പോവായിരുന്നു. ഇതെല്ലാം ഈ ഭരണ സംവിധാനത്തിനെ എല്ലാം ഇവർ ദുരുപയോഗപ്പെടുത്തുക ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗൂഢസംഘമായി മാറി. എന്തൊരു ഗതികേടാണ്. കേരളത്തിൽ ഇത്രയും വിദ്യാസമ്പന്നരായ ആളുകളുള്ള സ്ഥലത്ത് ഒരു സംഘം ഈ 4 കോടിയോളം വരുന്ന ജനങ്ങളെ കൊള്ളയടിക്കുകയല്ലേ ചെയ്യുന്നത്. അതിനിവരെല്ലാവരും കൂട്ടുനിൽക്കുകയാണ്. ഇപ്പോൾ VD സതീശൻ കൂട്ടുനിൽക്കുന്നു, BJPയുടെ നേതാക്കന്മാർ കൂട്ടുനിൽക്കുന്നുണ്ട്. എതിർക്കുന്നില്ലല്ലോ. എതിർപ്പ് ഒരു സൈഡിൽ നിന്നും വരുന്നില്ല. CPM-ൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറി നടക്കുന്നുണ്ട്. CPM-ൽ നിന്ന് വലിയ രൂപത്തിലുള്ള പൊട്ടിത്തെറികൾ വന്നു തുടങ്ങുന്നുണ്ട്. കാരണം എത്ര കാലം ഇത് സഹിക്കാൻ പറ്റും? ഈ ഒരു ജനതയെ മുഴുവൻ ഷണ്ടന്മാരാക്കി മാറ്റി കൊണ്ടു നടക്കാൻ പറ്റുമോ? CPM-ൽ എത്ര പ്രഗത്ഭരായ നേതാക്കന്മാരുള്ളൊരു പാർട്ടിയായിരുന്നു അത്. അതിലുള്ള ആളുകളെ മുഴുവൻ അടിച്ചമർത്തിയിട്ട് ഒന്നിനും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളുകളെ മുഴുവൻ ഇതിനകത്ത് തിരികെ കയറ്റി. ഇത്തവണത്തെ മന്ത്രിസഭയുടെ ഒരു സ്ഥിതി നോക്ക്. കഴിവുള്ള ആരാ ഉള്ളത് ഇതിനകത്ത്? എല്ലാവരും പുതിയ ആളുകളെ കൊണ്ടുവച്ചിട്ട് പിണറായി വിജയൻ്റെ ആജ്ഞാനുവർത്തികളെ മാത്രമല്ല ഇതിനകത്ത് കൊണ്ടുവയ്ക്കുന്നത്. ഇതിങ്ങനെ ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ ഈ പരിപാടി? ഒരിടത്തുമില്ല. കേരളം എന്ന് പറയുന്ന അങ്ങേയറ്റം ഡാമേജായി പോയിരിക്കുന്നു. ലോകത്തൊരിടത്തും വിജയിച്ചിട്ടില്ലാത്തൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത് വെച്ചുകൊണ്ട് ഒരു കളി കളിക്കുകയാണ് ഇവിടെ. ബംഗാൾ നശിപ്പിച്ച് നാശമായി കളഞ്ഞു. പട്ടിണിക്കോലങ്ങൾ മാത്രമുള്ളൂ അവിടെ. ജോലിയില്ല, ഒരു മനുഷ്യന് ജോലിയില്ല. റിക്ഷ വലിച്ചുകൊണ്ട് നടക്കുന്നതിനാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. ഇവിടെ കേരളം ഇവരെ ഡെവലപ്പ് ചെയ്ത സംവിധാനമൊന്നുമല്ല. ഇവിടെ സ്വയം ഡെവലപ്പ് ആയതാണ്.
അല്ല CPM ആയിട്ട് ഇവിടെ ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം നശിപ്പിക്കുക മാത്രം ചെയ്തൊരു പാർട്ടിയാണിത്. സകല വ്യവസായങ്ങളും തകർത്ത് കളഞ്ഞിരിക്കുന്നു. എല്ലാം നശിപ്പിക്കുകയാണ് ഇവർ ചെയ്തത്. യുവജനങ്ങൾ മുഴുവൻ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഇനി ഒരു പ്രതീക്ഷയില്ലാതെ ആയിപ്പോയിരിക്കുന്നു. കഞ്ചാവും വലിച്ച് മദ്യവും മയക്കുമരുന്നുമായിട്ട് നടക്കുവാണ്. അപ്പനെ തല്ലുന്നു, അപ്പനെ കുപ്പിയെടുത്ത് അപ്പൻ്റെ തലക്കിട്ടടിക്കുന്നു, അമ്മയെ കുത്തിക്കൊല്ലുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളിലേക്കാണ് ഈ കേരളം ഇവർ കൊണ്ടുപോയത് ഇത്രയും നിസ്സാര സമയം കൊണ്ട്, വെറും 8 വർഷം കൊണ്ട്. നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തി എന്ന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടും അതിന്റെ പിന്നിലുള്ള വൻ സ്രാവുകളെ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്കോ കേന്ദ്ര സർക്കാരിനോ ഇതുവരെ പിടിക്കുവാൻ സാധിക്കുന്നില്ല? അത് നടപടിയിലേക്ക് വരും സുനിൽജി. വളരെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് വളരെ ശക്തമായ രൂപത്തിലുള്ള നടപടികൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ഇതൊന്നും ഒരു പരിധി വരെ അതൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റുള്ളൂ. ആ പരിധി കഴിഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഉടനെ തന്നെ കേന്ദ്ര ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒക്കെ മനുഷ്യരാണ്. ഈ മുകളിലിരിക്കുന്ന ആളും പ്രലോഭനങ്ങൾക്കൊക്കെ പെടുന്നവർ തന്നെയാണ്. മോദിജി ഒരാൾ മാത്രമാണ് ഒരു പ്രലോഭനത്തിലും പെടാത്ത ഒരാളുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് മാത്രം ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പം അതിലേക്ക് അദ്ദേഹത്തിന് ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ എല്ലാവരും ഇതിലേക്ക് വരേണ്ടി വരും. അത് ഉറപ്പാണ്, അതിനൊരു സംശയം വേണ്ട. സംസ്ഥാനത്ത് സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് കടത്തും ഹവാല ഇടപാടുകളും നടത്തുന്നവർക്കുള്ള സിംഗിൾ പോയിന്റ് കോൺടാക്ട് ഇന്ന് ആരാണെന്ന് നോക്കുക. തീവട്ടിക്കൊള്ളകൾ തെളിവുകളടക്കം പിടിക്കപ്പെടുമ്പോഴും ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ ബിംബത്തെ ആരാണ് സംരക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലാവ്ലിൻ കേസ് 40-ലധികം തവണ മാറ്റിവെക്കപ്പെടുന്നു. മകളുടെ കോഴയിടപാടിൽ അകത്തു പോകുമെന്ന ഘട്ടത്തിൽ പോലും സംരക്ഷണ കവചം ഒരുക്കുന്നത് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സത്യം പുറത്തുവിടുന്ന ഞങ്ങളെ പിന്തുടർന്ന് ഒന്നിനു പുറകെ ഒന്നായി കേസുകൾ രജിസ്റ്റർ ചെയ്ത് വേട്ടയാടുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. ഇടതെന്നില്ല, വലതെന്നില്ല, BJP എന്നില്ല, എല്ലാവരും ഈ ശക്തിയുടെ വെറും ആശ്രിതർ മാത്രം എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു 2ാം സ്വാതന്ത്ര്യ സമരം ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇവരിൽ നിന്നുള്ള മോചനത്തിനായി ആയിരിക്കും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കാര്യങ്ങൾ ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ളവർ ഗ്രഹിക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.